ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ആസ്വദിക്കാൻ. ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂൾ ജീവിതം. പഠിക്കാൻ മാത്രമല്ല, ഈ ഒരു കലാലയ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മൾക്കിനി വൈകിയ വേളയിൽ കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം അത് സന്തോഷിക്കുക, ആഘോഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ സ്നേഹത്തോടും ബഹുമാനത്തോടെയും വിളിക്കുന്ന പേരാണ് തൊണ്ടൻ കേശവ മാഷ്. ഈ 4 വയസ്സാവുമ്പോൾ കുറച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തൊണ്ടൻ കേശവ മാഷ് എല്ലാ ദിവസവും 1-ാം ക്ലാസ്സിലെ കുട്ടികളെ സ്കൂളിൻ്റെ പുറത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടിരുന്നു. മാഷ് ഉറക്കെ ഒരു പാട്ട് പാടും, ഒരു കഥ ഉൾക്കൊള്ളുന്നൊരു പാട്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ചിലപ്പോൾ ഈ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് അറിയുണ്ടാവില്ല. എൻ്റെ തലമുറയിലെ കുട്ടികൾക്കത് തീർച്ചയായിട്ടും അറിയാം. അതായത് ഒരു തൊപ്പിക്കാരൻ്റെ കഥ, ഒരു തൊപ്പിക്കാരനും ഒരു കുരങ്ങും തമ്മിലുള്ള കഥ. പണ്ടൊരിക്കൽ വർത്തീവൻ തൊപ്പി വിൽക്കാനായവൻ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ഈ കഥ ഉറക്കെ തൊണ്ടൻ കേശവ മാഷ് പാടുമായിരുന്നു. ഞാൻ 4 വയസ്സുള്ള എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് കേശവ മാഷയുടെ ഈ പാട്ട് കേൾക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ സ്കൂളിൽ ചേരണമെന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും. അതെനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഈ പാട്ട് എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ കരഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പോയിട്ട് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു, ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ക്ലാസ്, പക്ഷെ അന്ന് 4 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേരാൻ പറ്റില്ല, ഇവൻ എങ്ങനെയെങ്കിലും ദിവസവും കരച്ചിലാണ്. അങ്ങനെ ഹെഡ് മാസ്റ്ററുടെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം എന്നെ 4-ാം വയസ്സിൽ ആ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തു. അങ്ങനെ പക്ഷേ എൻ്റെ പേര് രജിസ്റ്ററില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആ ക്ലാസ്സിൽ കുട്ടികളുടെ ഒന്നിച്ചിരുത്തി. അങ്ങനെ ഞാൻ ഈ പാട്ടും മാഷുടെ തമാശകളും ഒക്കെ കേട്ടോണ്ടിരുന്നു. പക്ഷേ എനിക്ക് വീണ്ടും ഒരു വർഷമായി. രാവിലെ ഈ കുട്ടികൾക്ക് ഹാജരെടുക്കുമായിരുന്നു കേശവ മാഷ് ഹാജരെടുക്കുമ്പോൾ ഓരോ കുട്ടികളുടെ പേര് പറയും. പക്ഷേ എൻ്റെ പേര് മാത്രം പറയുന്നില്ല മാഷ്. ഞാൻ അതിനും കരഞ്ഞു. അവസാനം രജിസ്റ്ററിൽ പേരില്ലാത്ത കുഞ്ഞികൃഷ്ണൻ്റെ പേര് തൊണ്ടൻ കേശവ മാഷെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടാണ് ഞാൻ 1-ാം ക്ലാസ്സിൽ ആ വർഷം ആ സ്കൂളിലുണ്ടായത്. ഞാൻ പറയുന്നത് ഇതെൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഓർക്കാനുണ്ടാവും.